Hi friends, welcome back to my channel. Accounting assumptions, concepts and principles എന്താണെന്ന് നോക്കാം. കുറച്ച് അസംഷൻസും കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷൻസിനും ഓരോ അസംഷൻസ് ഉണ്ടാവും, കോൺസെപ്റ്റ്സ് ഉണ്ടാവും, പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള റൂൾസാണത് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അസംഷൻസിൽ ഫസ്റ്റ് അസംഷൻസ് അക്കൗണ്ടിങ് എൻറ്റിറ്റി അസംഷൻസ് ആണ്. ഫസ്റ്റ് അസംഷൻ accounting entity assumptions means a business is considered as a separate unit or entity from its owner. ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ് വേറെ, ഓണർ വേറെ. For example, a vehicle purchased by the business owner for his personal use should not be recorded in the business books of accounts. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓണർ എന്ത് ട്രാൻസാക്ഷൻസ് നടത്തിയാലും ആ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പാടില്ല. കാരണം ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഓണർ വേറെ, ബിസിനസ് വേറെ, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ബിസിനസ് ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെഹിക്കിൾ പർച്ചേസ് ചെയ്താൽ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനായി പാടില്ല. ഇതാണ് എൻറ്റിറ്റി അസംഷൻ എന്ന് പറയുന്നത്. അടുത്ത അക്കൗണ്ടിങ് പീരീഡ് അസംഷനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വർഷത്തെ അക്കൗണ്ടിങ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് അക്കൗണ്ടിങ് പീരീഡ് കൊടുക്കണം. ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് പീരീഡ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April ആൻഡ് എൻഡ് ചെയ്യുന്നത് 31st March. നമ്മുടെ ഇവിടുത്തെ അക്കൗണ്ടിങ് പീരീഡ് എപ്പോഴും അങ്ങനെ ആയിരിക്കും. കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്നവർ സ്റ്റാർട്ട് ചെയ്യുന്ന 1st January, എൻഡ് ഓൺ 31st December. ഈ റൂള് ഫോളോ ചെയ്യണം. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഒരു ലോങ് റണ്ണിൽ പോകണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഗോയിങ് കൺസേൺ അസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ആസ് പെർ ദിസ് അസംഷൻ അക്കൗണ്ട്സ് ഹാവ് ടു ബി മെയിൻറ്റെയിൻ വിത്ത് ആൻ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ ബിസിനസ് വിൽ എക്സിസ്റ്റ് ഫോർ എ ലോങ് പീരിയഡ്. That means going concern assumption. The next assumption is money measurement. For example, the sales made by a business during a particular day will be recorded in its books of accounts as it can be expressed in terms of money. നമ്മളൊരു പെർട്ടിക്കുലർ ഡേയിൽ ഒരു ബിസിനസ്സിൽ സെയിൽ നടത്തുവാണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. അത് അതിനകത്ത് എത്ര എമൗണ്ടിലാണ് സെയിൽ ചെയ്തതെന്നുള്ളതും കൂടെ റെക്കോർഡ് ചെയ്യണം. അതാണ് മണിയിൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് പറയുന്നത്. എപ്പോഴും മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ് ബിസിനസ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്രൂവൽ കോൺസെപ്റ്റാണ്. അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം ഏൺഡ് ഓർ എക്സ്പെൻസ് ഇൻകേർഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ആക്ച്വൽ റെസിപ്റ്റ് ഓർ പേയ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, എ സെല്ലർ ബിൽസ് ദ ബയർ അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആൻഡ് ട്രീറ്റ്സ് ദ ബിൽ എമൗണ്ട് ആസ് റവന്യൂ. നമ്മൾ ടൈമിൽ സെയിൽ നടത്തുവാണ്, ബയർക്ക് സെയിൽ നടത്തുമ്പോൾ ബില്ല് പേ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബില്ല് കൊടുക്കുന്നു, ബയർക്ക് ബില്ല് കൊടുക്കുവാണ്. ആൻഡ് ട്രീറ്റ്സ് ദ ബിൽ എമൗണ്ട് ആസ് റവന്യൂ. ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഇൻവോയ്സ് എമൗണ്ട് റവന്യൂ ആയിട്ടാണ് സെല്ലർ കൺസിഡർ ചെയ്യുന്നത്. ഈവൻ ദോ ദ പേയ്മെൻറ്റ് മേ ബി റിസീവ്ഡ് ഓർ ലേറ്റർ. ഒരു പക്ഷേ ആ ബയർ പേയ്മെൻറ്റ് പിന്നീടായിരിക്കും തരുന്നത്. അപ്പോൾ റവന്യൂ എപ്പോൾ റൈസ് ചെയ്യുന്നു ആ ടൈമിൽ ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെൻ എ ബിസിനസ് ബൈസ് എ മെഷീനറി ഇറ്റ് റിസീവ്സ് എ ബെനിഫിറ്റ്. ദാറ്റ് മീൻസ് ദ മെഷീനറി ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് എ ബെനിഫിറ്റ് പേസ് ഫോർ ദ മെഷീനറി. ഒരു മെഷീനറി ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് റിസീവ് ചെയ്യാണ്. അത് മെഷീനറി എന്ന് പറയുന്ന ബെനിഫിറ്റാണ്. ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് എ ബെനിഫിറ്റ് പേസ് ഫോർ ദ മെഷീനറി. മെഷീനറിക്ക് വേണ്ടിയിട്ട് ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ക്യാഷാണ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റാണ്. അതായത് ഒരു ടൈമിൽ തന്നെ ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്യുമ്പം അറ്റ് ദ സെയിം ടൈം മറ്റൊരു ബെനിഫിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അതായത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ്. ദാറ്റ് മീൻസ് ഗിവിങ് ആൻഡ് റിസീവിങ് ആസ്പെക്ട്സ്. ഇതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റാണ് അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറയും. അതായത് എപ്പോഴും ഫിനാൻഷ്യൽ പൊസിഷൻ എപ്പോഴും ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കാൻ പാടുള്ളൂ. ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ് കൺസേൺ ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ബിസിനസ് ഫിനാൻഷ്യൽ പൊസിഷൻ. ബാലൻസ് ഷീറ്റൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഇപ്പം നമ്മളെ ഒരു ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റാണ് അക്കൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മെഷീനറിയുടെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ
8 lakh ആയിട്ട് അത് കുറഞ്ഞു. പക്ഷേ ദ വാല്യൂ വിൽ ബി റെക്കോർഡഡ് ആസ് ₹10 lakhs. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ലാൻഡിങ് കോസ്റ്റിൽ മാത്രമേ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻസിന് എപ്പോഴും മാച്ച് ചെയ്ത് വേണം പോകാൻ. A business pays ₹1 lakhs as factory rent. Other expenses incurred for operations like salaries, wages, paid, maintenance of machinery, etc. amount to ₹50 lakhs. The sales made for the month amount to ₹25 lakhs. The profit of the business will be ₹9 lakhs, which is the revenue minus expense. ഒരു ഫാക്ടറി റെൻറ്റ് 1 lakh ആയി, മറ്റ് എക്സ്പെൻസ് സാലറീസ്, വേജസ് 15 lakhs ആയി. ഇതെല്ലാം കൂടെ ഉള്ള എക്സ്പെൻസ്. ഈ എക്സ്പെൻസ് ആ മന്തിൽ റേസ് ചെയ്ത സെയിൽസ് എമൗണ്ടായ 25 lakhs നമ്മുടെ റവന്യൂവിൽ നിന്നും എക്സ്പെൻസ് മൈനസ് ആവുന്നു. അപ്പോൾ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാവുന്നു. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ റവന്യൂ മൈനസ് എക്സ്പെൻസ് ആണ്. ഇത്തരത്തിലുള്ളൊരു മാച്ചിങ് കോൺസെപ്റ്റ് അവിടെ ഉണ്ടാവും. അതും അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റാണ് നെക്സ്റ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 25th December 2017 ABC കമ്പനി റിസീവ്ഡ് എ സെയിൽസ് ഓർഡർ ടു സപ്ലൈ ഗുഡ്സ് വർത്ത് ₹50 lakhs to Messrs. National Traders. ABC company delivered goods worth ₹35 lakhs on 31st December. The remaining supply was delivered on 2nd January 2018. The revenue from this transaction for 2017 will be ₹35 lakhs only. The remaining amount of ₹15 lakhs should be accounted for in 2018. നാഷണൽ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു സെയിൽസ് ഓർഡർ റിസീവ് ചെയ്ത് ABC കമ്പനി 50 lakhsൻ്റെ ഗുഡ്സ് സപ്ലൈ ചെയ്യാനുള്ളൊരു ഓർഡർ ആയിരുന്നു. അതിൽ ABC കമ്പനി 35 lakhsൻ്റെ ഗുഡ്സാണ് സപ്ലൈ ചെയ്തത് 31st December. ബാക്കി 2nd January 2018 സപ്ലൈ ചെയ്യൂ. ഇപ്പോൾ 2017 റവന്യൂ റൈസ് ചെയ്ത് 35,000 മാത്രമാണ്. അത് മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പാടുള്ളൂ. റവന്യൂ എപ്പോൾ അറൈസ് ചെയ്യുന്നു ആ ടൈമിൽ അത് കാണിക്കുക. ബാക്കി റിമൈനിങ് പോർഷൻ ബാക്കി സബ്സിക്വൻറ്റ് ഡേറ്റ്സിൽ കാണിക്കേണ്ടതാണ്. ഇതാണ് റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട്. വെരിഫയബിൾ ആൻഡ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റാണ് നെക്സ്റ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഇഫ് എ പീസ് ഓഫ് ലാൻഡ് ഈസ് പർച്ചേസ്ഡ് ബൈ എ ബിസിനസ്, ദ ട്രാൻസാക്ഷൻ നീഡ്സ് ടു ബി സപ്പോർട്ടഡ് ബൈ ദ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ദ ടൈറ്റിൽ ഡീഡ്. ഓക്കെ, ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, അതാണ് ടൈറ്റിൽ ഡീഡ്. അതുപോലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഏത് ട്രാൻസാക്ഷൻസ് നടത്തിയാലും ഒരു വൗച്ചറോ അല്ലെങ്കിൽ ഒരു ബില്ലോ അല്ലെങ്കിൽ മെമ്മോയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടോ ഇത്തരത്തിലുള്ള എവിഡൻസ് ഉണ്ടാവണം, ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകണം എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, this video is complete here. The next topics can be seen in the next video. Okay, bye. Thank you.